സ്കാ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പ്ലീറ്റ് ഇടുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഈ ഷോൾഡറിൽ നിന്നും താഴോട്ട് നമ്മൾ 10 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് വേണം ആ അടയാളപ്പെടുത്തുന്ന ഭാഗം മധ്യത്തിൽ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ പ്ലീറ്റ് ഇടാൻ. എന്നിട്ട് ഈ നെക്ക് ഫ്രണ്ടിലെ നെക്ക് വെട്ടുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയെടുത്തോട്ടൊരു 4.5 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തിക്കൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെ 4.5 ഇഞ്ച് നീക്കി വേണം കേട്ടോ. എന്നിട്ട് ആ പോയിൻ്റ് ആ പോയിൻറ്റിൽ ടച്ച് ചെയ്തുകൊണ്ട് വേണം നമ്മളിവിടെ ഇങ്ങനെ താഴെ നിന്ന് മുകളിലോട്ടുള്ള പ്ലേറ്റ് ഇടാൻ. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു നോച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ആ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്തോട്ട് ഈ പോയിൻറ്റിൽ ടച്ച് ചെയ്തുകൊണ്ട് വേണം ഫ്രണ്ട് ഭാഗത്തെ പ്ലീറ്റ് ഇടാൻ. അതുപോലെ തന്നെ ആം ഹോളിൽ നിന്നും ആ പോയിൻറ്റിലോട്ട് നീക്കി വേണം ആം ഹോളിൽ ഒരു നോച്ച് കൊടുക്കാൻ. നമുക്ക് ഈ താഴെ നിന്നും മുകളിലോട്ടുള്ള പ്ലീറ്റാണ് ആദ്യം നമ്മൾ ഇടുന്നത്. ഈ പോയിൻറ്റിൽ നിന്നും ഒരു 1.25 ഇഞ്ച് താഴോട്ട് നീക്കി വേണം ഈ പ്ലീറ്റ് നിർത്താൻ. അവിടെ താഴെ അറ്റം 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ പ്ലീറ്റ് ഇടുന്നത്. നോക്കിക്കോ, താഴെ അറ്റം 1.5 ഇഞ്ച് വീതിയിൽ മുകളിലോട്ട് ആ പോയിൻറ്റിൽ നിന്നും 1.5 ഇഞ്ച് താഴ്ത്തി വേണം നിർത്താൻ. ഇനി നമുക്ക് ആ ഫ്രണ്ടിലെ ആം ഹോളിൻ്റെ അടുത്ത് ഫ്രണ്ടിലെ നെക്കിൻ്റെ അടുത്ത് നമ്മളൊരു നോച്ച് കൊടുത്തില്ല, ആ പ്ലേറ്റ് 1/2 ഇഞ്ച് വീതിയിൽ വേണം ഇടാൻ. അത് നമ്മൾ ആ പോയിൻ്റ് കൊടുത്തതിൽ നിന്നും 1.5 ഇഞ്ച് നീക്കി അവിടെ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് 1/2 ഇഞ്ച് വീതിയിൽ വേണം ആ പ്ലേറ്റ് ഇടാൻ. ഇനി നമുക്കിടേണ്ടത് ആം ഹോളിൻ്റെ ഭാഗത്തുള്ള പ്ലീറ്റാണ്. അതും 1/2 ഇഞ്ച് വീതിയിൽ ആ പോയിൻറ്റിൽ നിന്നും 1.5 ഇഞ്ച് നീക്കി 1/2 ഇഞ്ച് വീതിയിലാണ് ആ പ്ലീറ്റ് ഇടുന്നത്. ആ ഭാഗത്ത് ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ആ ഭാഗത്തെ പ്ലീറ്റിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ചെയ്യണം. അങ്ങനെ നമ്മുടെ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ.